ഇവിടുത്തെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഉണ്ടായതല്ലേ. അതിന് എല്ലാവരോടും കൂടി എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറയും. അല്ലാണ്ട് ഒരുത്തൻ കഷ്ടപ്പെടാനുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും അവനെ തന്നെ ഏൽപ്പിച്ചിട്ടേ പിന്നെ വീടിന് 100 അവകാശം പറഞ്ഞ് വരികയല്ല വേണ്ടത്. ചിക്കൻ മസാല അല്ലേ, മുളക് പൊടി അവിടെ വെച്ച കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുണ്ടാവും. നീ അതൊന്നും പിടിച്ചു വലിച്ച് നാശമാക്കല്ലേ. അത് കേട് വന്നിട്ടുണ്ടെങ്കിലോ നിന്റെ വീട്ടിൽ നിന്ന് വരും നന്നാക്കാൻ. ഇതൊക്കെ കേട് വന്നിട്ട് ദൂരെ ആള് വരണം, നല്ല പൈസയും കൂടെ നന്നാക്കണം. നീ ഇത് വല്ലതും കണ്ടിട്ടോ കേട്ടിട്ടോ വേണ്ട. അല്ലെങ്കിൽ മുളക് പൊടി ഇവിടെയാണോ വെക്കുന്നത്? ആ മേലെ എവിടെയെങ്കിലും നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കിയതാമേ, പക്ഷെ കാണുന്നില്ല. ഇവിടെയൊക്കെ തന്നെ ഞാൻ വെച്ചേ. അല്ലെങ്കിൽ മുളക് പൊടി ഇവിടെയാണോ വെക്കുന്നത്? ആ മേലെ എവിടെയെങ്കിലും പോയി നോക്ക്. ഒന്നും അറിയില്ല സാധനം. കണ്ണ് തുറന്ന് നല്ലപോലെ സൂക്ഷിച്ചു നോക്ക്. അല്ലെങ്കിൽ ആത്മഹത്യയോടെ അടുക്കളയിൽ പണിയെടുക്കണം. എന്നാലേ എന്തൊക്കെ എവിടെ വെച്ച് എവിടെ വെച്ചെന്ന് അറിയുള്ളൂ. ഇതിപ്പോ കല്യാണം കണ്ട് എത്രയായി? മുളക് പൊടി എവിടെ വെച്ചെന്നറിയില്ല, മല്ലിപ്പൊടി എവിടെ വെച്ചെന്നറിയില്ല. നീ എന്ത് പണി അടുക്കളയിൽ ചെയ്യുന്നത്? അമ്മ ഇന്നലെ രാത്രി ഞാനിവിടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കിടക്കാൻ പോണ സമയത്ത് ഇന്നത്തേക്ക് വേണ്ട മുളകും മല്ലി എല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടാ പോയത്. ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇത് പിന്നെ എവിടെ വെച്ചു? ഞാൻ മറന്നുപോയതാണോ നീ? അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയി. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തുള്ള അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. നീ അത് അവിടെ പോയി എടുത്തോ. ഇവിടെ നീ വരണ്ട. ഇവിടെ അങ്ങനെ വൈറ്റാണേ. മഞ്ഞൾപ്പൊടിയൊക്കെ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചിലോട്ട് പോകൂല്ല. പിന്നെ എനിക്ക് വൃത്തിയാക്കിക്കൊണ്ട് അതിന് പുറകെ നടക്കേണ്ടി വരും. തുടക്കത്തിൽ തന്നെ ഇവിടെ ഒതുക്കിയിട്ടില്ലെങ്കിലേ പിന്നീട് ചിലപ്പോൾ ഞാൻ കഷ്ടപ്പെടും. അമ്മ ഞാൻ 5 മിനിറ്റ് മുമ്പ് അടിച്ചു വരിട്ട് പോയല്ലേ ഉള്ളൂ. ഇവിടെ പൊടിയൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ചെയ്യണേ? ആ, നീ അടിച്ചു വരും ഞാൻ കണ്ടു. ഇവിടെ മുഴുവനും പൊടിയാ. നിലത്തിങ്ങനെ കാല് വെക്കാൻ പറ്റുന്നില്ല. ടൈൽസ് ഒക്കെ വരപ്പെടും. അതിന് എനിക്ക് വല്ല ടൈൽസിൽ അടിച്ചിട്ടോ വാരിട്ടോ വല്ല ശീലമുണ്ട് നിന്റെ വീട്ടില്? അത് കോൺക്രീറ്റ് ചെയ്ത് നിലത്തല്ലേ കിടക്കുന്നത് ഇരിക്കുന്നതൊക്കെ. അമ്മ പറയുന്നു അല്ല, വര വീഴാൻ മാത്രമുള്ള കല്ലൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിലും ഞാൻ ഈ ടൈൽസ് ഒന്നും ആദ്യമായിട്ടല്ല കാണുന്നത്. ഓ ഓ, നീ കണ്ടിട്ടുണ്ട്, നീ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നിന്റെ അമ്മായിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ചായ തന്നത്. നിന്റെ വീട്ടിൽ സൗകര്യം ഇല്ലാണ്ട്. അവന്റെ വീട്ടിൽ ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എന്താ ദിവസത്തോടെ അടിച്ചു വാരി തുടയ്ക്കാൻ പോകുന്നുണ്ടോ? അമ്മ എന്തിനാ അമ്മ എന്ത് പറഞ്ഞാലും നിന്റെ വീട്ടിൽ അതില്ലല്ലോ, നിന്റെ വീട്ടിൽ ഇതില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ? ഞാൻ ഇവിടത്തെ തന്നെയല്ലേ. പിന്നെ എന്തിനാണ് നീ അവിടുത്തെ അവിടുത്തെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. നീ എവിടത്തേന്ന്? നിന്റെ സ്ത്രീധനം കൊണ്ട് ഉണ്ടാക്കിയ വീടാ? അത് നിന്റെ ഭർത്താവ് ആകാശ് കെട്ടിയതാ? ഇതേ എന്റെ ഭർത്താവ് നല്ലോണം അധ്വാനിച്ചുണ്ടാക്കിയ വീടാ അത്. എന്റെ 2 മക്കൾ നല്ല പോലെ പഠിച്ചു, അവർക്ക് നല്ല ജോലിയും കിട്ടി. ഇപ്പൊ 2 ആളും ഓരോ വീടും എടുത്തു. ഇവൻ പഠിക്കാൻ പോയ സമയത്ത് പഠിച്ചില്ല. അപ്പൊ അതിനുള്ള ജോലിയിൽ ഇവന് കിട്ടൂ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇവിടെ കടിച്ചു തൂങ്ങി നിക്കേ? ആരെങ്കിലും പറഞ്ഞോ? എന്റെ അക്ഷയ് മോനെ എന്നെ ബാംഗ്ലൂരിലേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ വാതിലും പൂട്ടി താക്കോലും കൊണ്ട് അങ്ങ് പോകും. അല്ല നിങ്ങളുടെ വീട് വന്നിട്ട് പോലെ വരുമ്പോഴേക്കും നശിപ്പിച്ച് കൈത്തരും. നിന്റെ ഭർത്താവിന്റെ അടുത്ത് പറയും വല്ല ഗൾഫിൽ എവിടെയും പോയി 10 കാശ് ഉണ്ടാക്കാൻ. എന്നാ പിന്നെ പുറത്തെവിടെ നല്ലൊരു വീടെടുത്തിരിക്കാലോ. ഇവളെയൊക്കെ വേഗം ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത് നല്ലത്. ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിലേ നീ അമ്മനെ ഞങ്ങളാ നോക്കിയെന്ന് പറഞ്ഞ വീട് എഴുതി തരണം പറയും. വർത്തമാനം കേൾക്കുമ്പോ തന്നെ അറിയുന്നില്ലേ? എടാ, മെഡിസിൻ ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ടോന്ന് എടുത്ത. അങ്ങനെ കുറേ മരുന്ന് മാത്രം കഴിക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ഇതാണീ മാറുന്നുമില്ല. ഞാൻ മരുന്ന് എടുക്കുക തന്നെയാണ്. വെള്ളം എടുത്തിട്ട് വരാം. കുറച്ച് ഗ്ലൂക്കോസ് വാട്ടറും കൂടി കുടിച്ചോ. ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് ക്ഷീണിച്ച് കിടക്കുക. കുറച്ചെങ്കിലും ഒന്ന് എനർജി ഉണ്ടാവട്ടെ. അതൊന്നും വേണ്ട, നീ ടാബ്ലറ്റ് ഇതാ. ആ മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നാൽ തന്നെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വെള്ളം എടുത്തിട്ടാ. എപ്പോഴും തന്നെയല്ലേ പറയല്ലേ, വാങ്ങിയ സാധനം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതുവരെ തുറന്നിട്ട് പോലുമില്ല. ഇങ്ങനെ പനിച്ച് കിടന്നാ മതിയോ? ജോലിക്കൊന്നും പോകണ്ടേ? 2-3 ദിവസമല്ലേ കിടക്കുന്നത്? അമ്മ, ജോലിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ശരീരവേദന, നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും 2 ദിവസം കഴിയട്ടെ, കുറഞ്ഞാൽ പോവാ. 2 ദിവസം പറഞ്ഞിട്ടേ എത്ര ദിവസത്തെ പൈസയാണ് പോകുന്നത്? പണിയെടുത്താൽ മാത്രമല്ലേ ശമ്പളം കിട്ടുള്ളൂ, അല്ലാതെ ശമ്പളം ഒന്നും തരില്ലല്ലോ. അമ്മ, ഏട്ടന് തീരെ വയ്യാത്തോണ്ടല്ലേ ജോലിക്ക് പോവാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ. ഇതിപ്പോ ഒട്ടും പറ്റാത്തതുകൊണ്ടല്ലേ. ആ, അത് ശരിയാ.
ഇപ്പൊ വാടക ഇവിടെ ഒന്നും അല്ലല്ലോ, മാസം കഴിയുമ്പോഴേക്കും പോക്കറ്റിന് എണ്ണി വാടക കൊടുക്കണം പറയാൻ. ഇത് പോസ്റ്റിലല്ലേ താമസിക്കുന്നത്. അസുഖമൊക്കെ മാറിയിട്ട് പതുക്കങ്ങ് പോയാൽ മതി, 1 മാസം 2 മാസം അവിടെ കിടന്നോ. എത്ര കാലച്ചാ ഇങ്ങനെ ആട്ടും തുപ്പും കേട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്? ഇതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നത്, നമുക്ക് വേറൊരു വീട് എങ്ങനെയെങ്കിലും എടുത്തിട്ട് ഇവിടുന്ന് താമസം മാറാം. നീ എന്തറിഞ്ഞിട്ട് പറയുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ അമ്മയല്ലേ പറഞ്ഞ്, വേറെ ആരില്ലല്ലോ. അങ്ങനെ വിട്ടേക്ക്. പണ്ടും അമ്മ എന്നോട് ഇങ്ങനൊക്കെ പറയലുണ്ട്, വലിയ കാര്യമാക്കണ്ട. സ്വന്തമായിട്ടൊരു വീടിനെ കുറിച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ ഏട്ടൻ ഇത് തന്നെയാ പറയാം. അത് സാരില്ല, വിട്ടേക്ക്, അമ്മയല്ലേ. ഏട്ടൻ ഇതൊക്കെ കേൾക്കണമെന്ന് ചോദിച്ചാൽ ഞാനും ഇതൊക്കെ സഹിക്കണമെന്നുണ്ടോ? സത്യം പറഞ്ഞ കല്യാണത്തിന് മുമ്പ് വരെ നല്ലൊരു വീട്ടിൽ ഞാൻ ജീവിച്ചിട്ടില്ല. പൊട്ടിപ്പൊടിഞ്ഞ് ചോർന്നൊലിച്ച് വീട്ടിൽ ജീവിച്ചിട്ടുള്ള ശീലം എനിക്കുള്ളൂ. അമ്മ പറയുന്നത് ശരിയാ. ഇവിടെ വന്ന ശേഷാ ഞാനും ഇതൊക്കെ കാണുന്നത്. മഴ പെയ്യാൻ നേരം ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. ചേച്ചി അനിയനൊക്കെ പുസ്തകങ്ങളൊക്കെ വാരിക്കൂട്ടി നെഞ്ചോട് ചേർത്ത് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്ന് നിൽക്കും. അമ്മയാണെങ്കിൽ അടുക്കള സാധനങ്ങളൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വാരിക്കൂട്ടി എന്റെ കൈ കൊണ്ട് തരും. എന്നിട്ട് പറയും അവരൊപ്പം നിൽക്കാൻ. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വന്തമായിട്ടൊരു വീടാകാൻ പോകുന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതിപ്പോ ഇങ്ങനെയായി. ഇവിടെ എവിടെയും തൊടാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അമ്മേന്റെ വക 100 കുത്തുവാക്കും. എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ സഹിച്ചോണ്ടിരിക്കുക. ഏട്ടൻ നന്നായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീടാക്കാൻ പറ്റും. നമുക്കൊരു സമാധാനത്തോടെ ജീവിച്ചൂടെ? നീ പറഞ്ഞ കാര്യം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? നീ ഇപ്പൊ നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് നോക്ക്. പുള്ളിക്കാരൻ ആ വീട് ഒന്ന് ജസ്റ്റ് ഓടാക്കാൻ നോക്കിയിട്ടുള്ളൂ, അതിന് പോലും പറ്റിയിട്ടില്ല. എന്താ കാരണം? അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് അതുപോലെ തന്നെയാ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീ വന്നിട്ട് നമുക്ക് വീട് മാറാം, വേറൊരു വീട് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമാണോ? പിന്നെ അമ്മ പറയുന്നതിന് അങ്ങനെ ചെവി കൊടുക്കൊന്നും വേണ്ട. ഇതേ അച്ഛനുണ്ടാക്കിയ വീടാണ്, എനിക്കും കൂടുതൽ അവകാശമുണ്ട്. നീ ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ നോക്ക്. അല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടോ വീടില്ല വീടില്ല എന്ന് പറഞ്ഞിട്ട്. അമ്മീനൊന്നും പറയൊന്നുമില്ല. അമ്മേന്റെ വായിലിരിക്കുന്ന കേൾക്കുന്ന മുഴുവൻ ഞാനല്ലേ? ഇപ്പൊ ജീവിതകാലം മുഴുവനും അമ്മ പറയുന്ന നാട്ടും തൂപ്പും എല്ലാം കേട്ടിട്ട് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കണം അല്ലേ? അതല്ലേ പറഞ്ഞു വരുന്നത്? ഈ പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളെ കല്യാണത്തിന് ശേഷം എനിക്ക് വേണ്ടിയിട്ടോ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്തിയതൊന്നും അല്ലല്ലോ. ഇവിടുത്തെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഉണ്ടായതല്ലേ. അതിന് എല്ലാവരോടും കൂടി എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറയും. അല്ലാണ്ട് ഒരുത്തൻ കഷ്ടപ്പെടാനുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും അവനെ തന്നെ ഏൽപ്പിച്ചിട്ടേ പിന്നെ വീടിന് 100 അവകാശം പറഞ്ഞ് വരികയല്ല വേണ്ടത്. നിങ്ങൾ മാറാൻ റെഡി അല്ലെങ്കിൽ മാറണ്ട. അമ്മ പല പ്രാവശ്യം പറയാതെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സഹോദരന്മാർക്കും. അമ്മയ്ക്ക് അക്ഷയന്റെ ഒപ്പം ബാംഗ്ലൂരിലേക്ക് പോകണമെന്നുണ്ടെന്ന്. അങ്ങനെ പോവുകയാണെങ്കിൽ വീട് പൂട്ടിയിട്ട് പോകുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന്. ആ തോന്നൽ ഇവിടെ ആർക്കും ഇല്ല. നിനക്കെന്തരീ ഒന്നും മനസ്സിലാവുന്നില്ലേ? ഇവിടെ മനുഷ്യന് വയ്യാണ്ട് കിടക്കുക. ആ ടാബ്ലറ്റ് നീ കൈ പിടിച്ചെത്ര സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഒരു സമാധാനം തനിക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്യും, നമുക്ക് വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോവാ. റെഡിയാ പെട്ടെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഭയങ്കര മനുഷ്യനും ഒരു സമാധാനം തരില്ല. ഏട്ടാ ഈ വീട് നോക്ക്, ഇത് നമുക്ക് പറ്റുന്ന തോന്നുന്നേ. പഴയ വീട് ഏട്ടാ, പുതിയതൊന്നും അല്ല. ഇതിപ്പോ 6 സെന്റ് സ്ഥലമാണത്. പിന്നെ 30 ലക്ഷം പറയുന്നത്. അതില് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ തരും. പിന്നെ ലോണും അവരെന്നെ ശരിയാക്കി തരുന്ന പറയുന്നത്. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്കിത് വാങ്ങാൻ പറ്റും. നീ എന്തിനീ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേറെ വീട് വാങ്ങണമെന്ന്. ഇപ്പൊ തൽക്കാലം താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ, അതുപോലെ ഇവിടെ സന്തോഷം കണ്ടെത്ത്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കും. അല്ലാണ്ട് വേറൊരു വീടും കാണിച്ചിട്ട് അത് വാങ്ങാണ്. അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രാരാബ്ദങ്ങൾ എനിക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി കുറെ കടം കൂടമായിട്ട് ഈ വീട് വാങ്ങാൻ നിൽക്കണം. എന്നിട്ട് നീ അടച്ചു തീർക്കോ പൈസ? മനസ്സിലാക്കണമെന്ന് ഓരോന്നും സംസാരിക്കല്ലേ. അവക്കിനി പഴയ വീട് വേണമെന്ന്. ഉള്ളത് പോരെ? അല്ലെങ്കിൽ എന്തിനാ പഴയതൊക്കെ നോക്കുന്നത്? നിങ്ങളെ കൊണ്ട് അതൊക്കെ ആവുമോ? അതൊക്കെ കുറേ ലക്ഷം കൊടുക്കേണ്ടി വരില്ലേ? വല്ല വാടകയ്ക്ക് ഒരു വീട് നോക്ക്, അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റൂ. വല്ല 2000-നോ 3000-നോ എന്നുള്ളത്.
ഇതിന്റെ ശമ്പളത്തിന് പറ്റുന്ന പോലെ കൊടുക്കണ്ടേ മാസം മാസം എണ്ണിയിട്ട് ഇതുപോലെ ഹോസ്റ്റലിരിക്കുകയല്ലോ. ഞാനും തമ്മേ എന്റെ വീട്ടിൽ താമസിക്കുന്ന അമ്മയ്ക്ക് വാടക കയറണം. ഇതേ അച്ഛൻ കെട്ടിയിട്ട വീടാ. അമ്മയ്ക്കുള്ള അതേപോലത്തെ അവകാശം എനിക്കുമുണ്ട്. ഇനി എന്താ ഞാൻ വേറെ എന്റെ ഭാര്യനെ വിട്ടിട്ട് വേറെ വീട്ടിലേക്ക് വാടകയ്ക്ക് പോകണം? നിന്നെ പോലത്തെ അല്ലേ ബാക്കി രണ്ടുപേരും? അവര് വീടെടുത്ത് താമസം മാറിയില്ലേ? നീ മാത്രം എന്താ എനിക്ക് അവകാശപ്പെട്ടത് പറഞ്ഞിരിക്കുന്നത്? നീ എനിക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും കൂടിയുള്ള വീടാത്. അവരൊരു അവകാശവും പറഞ്ഞു വന്നിരിക്കുന്നു. അതും തമ്മേ എനിക്കിവിടെ അവകാശം പറയാൻ പറ്റില്ല. ഈ കുടുംബം നോക്കിയിട്ടില്ലായിരുന്നെങ്കിലേ എനിക്കും കെട്ടായിരുന്നു അതിനേക്കാളും വലിയ വലിയ വീടുകൾ. അനിയന് ഞാനാ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, അവന് നല്ല ജോലിയായി പൊസിഷനായി അവൻ അവന്റെ കാര്യം നോക്കി വലിയ വീടും വെച്ചിട്ട് മാറി. മൂത്തവനെ അച്ഛൻ പഠിപ്പിച്ചു. അവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ സെക്കൻഡിൽ അവൻ പൊടി നട്ടി അങ്ങോട്ട് പോയി. എന്റെ സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലില്ലാത്ത കടങ്ങളില്ല. ഞാൻ ഈ കുടുംബം നോക്കുവോ കടം വീട്ടോ അവനെ പഠിപ്പിക്കുകയോ എന്തൊക്കെയാ ഞാൻ ഇവിടെ ചെയ്തത്? എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം മൊത്തം കളഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നൊക്കെ എന്നെ വേണമായിരുന്നു. ഇപ്പൊ എന്നെ ആർക്കും വേണ്ട. ഞാനിവിടെ അധികം പറ്റില്ല. ഞാൻ എൻ്റെ ഭാര്യ ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ വീട്ടിലേക്ക് പോകണം ഈ സമയത്ത്? എനിക്കറിയാം നീ ഇങ്ങനെ കണക്ക് പറയുന്നുള്ളത്. അവസാനം കുടുംബം നോക്കി എന്നെ കണക്കും പറഞ്ഞിട്ട് ഭാഗവും വാങ്ങിട്ട് പോകാനല്ലേ? അമ്മേ എനിക്കിതിന്റെ ഭാഗം കിട്ടിയിട്ട് എവിടേക്കും പോകാനൊന്നുമില്ല. അവർക്കിപ്പോ സ്വന്തമായിട്ട് വീടുകളുണ്ടല്ലോ. പിന്നെ തന്നെ ഇതിന്റെ ഭാഗം ചോദിച്ചു വരാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇതിൽ എന്തുണ്ട് ഇത്ര ഭാഗം വെക്കാൻ? അച്ഛനുണ്ടാക്കിയ വീടല്ലേ, തൽക്കാലം ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അക്ഷയ് ആദർശേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരി, എന്നിട്ട് കാര്യങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്യാന്നുള്ളത്. അവർക്കിത് കിട്ടിയിട്ട് വേണം വേറെ എന്തെല്ലോ വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യാൻ. അല്ലാതെ നിന്നെപ്പോ ഇങ്ങനെ മടിയും പിടിച്ച് ചെറിയൊരു ശമ്പളത്തിലെ പോലെ ഇങ്ങനെ ഇരിക്കുകയല്ല. പിന്നെ ഇതൊക്കെ ഭാഗം വെച്ച് വീതിച്ചു കഴിഞ്ഞാലേ അവർക്ക് അവരുടെ പാടുമായി, എനിക്ക് അവരുടെ ഒപ്പം പോയി പൂനെയിലോ ബാംഗ്ലൂർ പോയി താമസിക്കലോ. ഈ നശിച്ച സ്ഥലത്തിരുന്ന് താമസിച്ച് എനിക്ക് മതിയായി. എനിക്ക് കുറച്ച് സിറ്റിയിലൊക്കെ പോയി വിലസണം നല്ലൊരു ആഗ്രഹമുണ്ട്. അത് കാരണം ഇതിൽ എന്തെങ്കിലും ഒന്ന് വേഗം ഒരു കാര്യം തീരുമാനിക്കണം. അവർ വരട്ടെ. ഇത് നമ്മ എന്തെടുത്ത് കൊടുക്കാൻ? അല്ലെങ്കിൽ ഇതിന്റെ ഭാഗം കിട്ടിയിട്ടാണോ അവർക്ക് ജീവിക്കാൻ? അമ്മയ്ക്ക് ഇപ്പൊ അമ്മേന്റെ മക്കളെ കൂടെ ചെന്ന് നിൽക്കണമെങ്കിൽ ചെന്ന് നിന്നോ. പക്ഷെ തിരിച്ചു വരുമ്പോഴേ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഇതില്ലെങ്കിൽ പിന്നെ അമ്മ എവിടെ പോയി താമസിക്കും? എന്റെ പേരും പറഞ്ഞ് ഈ വീട് നിനക്ക് കയ്യിലേക്കാക്കാനാണല്ലേ? അതെന്തായാലും നടക്കില്ല. അവർ രണ്ടാളും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മതി വലിയ പ്രശ്നം ഉണ്ടാകാൻ. നിനക്ക് തരാനുള്ള ഭാഗം മുഴുവനും ഇവിടെ നീ ഓസിൽ വെറുതെ താമസിച്ചില്ലേ അങ്ങനെ കണക്കാക്കിക്കോ തന്ന് കഴിച്ചു എന്നുള്ളത്. ബാക്കി ഞാൻ അവർ രണ്ടായിടത്തും പറഞ്ഞിട്ട് 25,000 50,000 വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. എനിക്ക് ഈ വീട് സ്വന്താക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇത് അമ്മേന്റെ പേരിൽ തന്നെ കിടന്നോട്ടെ, എന്റെ പേരിലും വേണ്ട. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വേറൊരു വീട് എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാന്ന്. പക്ഷെ അമ്മ ഇതൊക്കെ വിറ്റിട്ട് ഇതിന്റെ ഭാഗം അവന്മാർക്ക് കൊടുത്തിട്ട് അവരെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ തിരിച്ചു വരേണ്ടി വരില്ലേ? അപ്പൊ അമ്മേന്റെ അവസ്ഥ എന്തായിരിക്കും? അമ്മ എവിടെ ചെന്ന് നിൽക്കും ഈ വീടില്ലെങ്കിൽ? അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. നിന്നെ പോലെ ഒരു ഗതിയില്ലാത്തവരല്ല എന്റെ 2 മക്കളും. എല്ലാം തികഞ്ഞ മക്കളാ. എന്റെ അക്ഷയ് മോനെ അമ്മ പറഞ്ഞ ജീവനാ. ആദർശന്റെ ഭാര്യയ്ക്കോ എന്നെ പൊന്നു പോലെ നോക്കുന്ന ഒരു പെൺകുട്ടി അത്. പിന്നെ നീ ഇവിടെ എന്തായാലും ഇറങ്ങാൻ തയ്യാറായിക്കോ മോനെ. വാടകയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വീട് വാങ്ങിട്ടോ എന്തെങ്കിലും ചെയ്യും. എന്തായാലും നീ ഇവിടുന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. നീ അവിടെ പോയി രക്ഷപ്പെടി. വയറ് നിറച്ച് കേട്ടില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ കേൾക്കാൻ ബാക്കി? നിങ്ങൾ ഏട്ടന്മാരും അനിയന്മാരും കൂടിയിട്ടേ വീട് ഭാഗം വെക്കേ അവകാശത്തിന്റെ പേര് തമ്മിൽ തല്ലേ എന്ത് വേണേലും ചെയ്യും. ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ കുറച്ച് ദിവസം. എനിക്കും പഠിച്ച് വല്ല ജോലിയാക്കാൻ പറ്റുമോ ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾക്കല്ലേ വീട് വെക്കാൻ പറ്റാത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മ വാ കേറ്. ഇതാരുടെ വീടാ? അമ്മ വാ കേറ്. ഇതിപ്പോ നാട്ടുകാരന്റെ വീട്ടിന് എന്നെ കൊണ്ട് കാണിക്കുന്നത്? ഞാൻ എന്റെ വീട് കാണാത്തതാ? അമ്മ ആദ്യം ഇങ്ങോട്ട് കേറ്, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. വാ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ഏതെങ്കിലും കെട്ടിയിട്ട പഴയ വീടുകളിൽ 2000 3000 വാടകയ്ക്ക് കിട്ടാൻ താമസിക്കാൻ പറഞ്ഞാ ഈ പുതിയ വീട് കെട്ടുന്നേ ഉള്ളൂ. ഇതിന് പണി കെട്ടി വാടകയ്ക്ക് താമസിക്കാൻ പറഞ്ഞാ അപ്പോഴത്തേക്കും ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോട്ടെ എന്റെ മോന്റെ അടുത്തേക്ക്. നല്ല കാര്യമായി ഇത്. അമ്മ കൊടങ്ങള് എന്തിന്? അകത്ത് കയറി കാണാനല്ലേ? വാ എന്തായാലും നമുക്കൊന്ന് കാണാം. ഇവളെന്തിനാ നാട്ടുകാരന്റെ വീട്ടിനെ എന്നെ കൊണ്ട് കാണിക്കുന്നത്? ഇത്രയും വലിയ വീട് എനിക്ക് അവിടെ കെട്ടിയിട്ട് ഞാൻ വീട് കാണാത്ത പോലെ കാണിക്കുന്നത് എന്താ? ഇതാണ് ലിവിംഗ് റൂം.
ഇതാണ് ഞങ്ങളുടെ TV യൂണിറ്റ്. ഇവിടെ TV. നിങ്ങളുടെയോ? ഞാൻ അമ്മേനോട് പറയാഞ്ഞിട്ടാ, നമ്മളെടുത്ത വീടാ. വാ. നമ്മുടെയോ? ഇത് നിങ്ങളെടുത്ത വീടാ? ആ, നമ്മളെടുത്ത വീടാ. അമ്മ വാ, ഇനി എന്ത് കാണിക്കാം. വന്നേ. ലിവിംഗ് റൂം കഴിഞ്ഞിട്ടേ നേരെ പോകുന്ന ഡൈനിങ് ഹാളിലേക്ക്. അമ്മ വാ. അത്യാവശ്യം നല്ല സ്പേഷ്യസാ. പണിക്കാരിപ്പോഴും പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ലീവ്. എങ്ങനെയുണ്ട്? വന്നേ, അടുക്കള കാണണ്ടേ? വാ വാ അമ്മ, നോക്കി നിൽക്കാണ്ട്. അമ്മ കൊറേ വീടുകൾ കണ്ടിട്ടുള്ളതല്ലേ. വന്നേ. എന്താണ് അടുക്കള? അവിടുത്തെ അടുക്കളനെക്കാളും വലുതാ. അവിടെ തീരെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു, ഇവിടുത്തെ അടുക്കള കുറച്ച് സൗകര്യം വേണം. ഇവിടെ ബോർഡൊക്കെ വരും. ഇനി ഞാൻ ഇതൊക്കെ വലിച്ചു പഠിച്ചോളാം. വാ. ഇവിടെ സ്റ്റൗ വെക്കും. ഇവിടെ നമ്മൾ ഒരു ഐലൻഡ് കിച്ചൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാ ഉണ്ടാക്കുന്നത്. അത് അമ്മ കണ്ടിട്ടില്ലല്ലോ, ഇനി കാണാം. ഐലൻഡ് കിച്ചനോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ പ്ലേറ്റ് ഒക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇഷ്ടപ്പെട്ടോ? അവിടത്തെ കാലം സൗകര്യം ഉണ്ടല്ലോ അമ്മേ. അമ്മ വാ, അന്തം വിട്ട് നിക്കണ്ട, വർക്ക് ഏരിയ ഉണ്ട്. എന്താ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് വാ. ഇത് ഞങ്ങളുടെ വർക്കിംഗ് കിച്ചണാ. ഇവിടെയാണ് നമ്മൾ സ്റ്റൗ വയ്ക്കുക. അവിടെ മൊത്തം ഫ്രീ ആയിട്ട് ഇടുക, വെറുതെ അലമ്പാകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ചിമ്മിനി. പിന്നെ ഇത് കണ്ടില്ലേ, കുറച്ചുകൂടി റാക്സ് ഇട്ടതാ. ഇത് നമുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു കിണറുണ്ട്, നല്ല ശുദ്ധ വെള്ളം, അവിടത്തെക്കാളും നല്ല വെള്ളം. പിന്നെ ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? ഇതെന്താ രണ്ടും ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത്രയും കാലം വരെ? അമ്മയ്ക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചിട്ടാ വന്നേ. അമ്മ എന്തായാലും അങ്ങോട്ട് പോവുകയാണല്ലോ അക്ഷയന്റെ അടുത്തേക്ക്, വീടൊക്കെ പൂട്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണ്ട. അമ്മ വന്നേ, ഇനി ഉണ്ട്, കാഴ്ചകൾ ഒരുപാടുണ്ട് കാണാൻ. വന്നേ വന്നേ, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. വാ, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് അമ്മ. ഇവിടെ വാഷ് ബേസിൻ, അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പൊ ഒന്ന് താഴ്ത്തിയിട്ട് അവിടെ വാഷ് ബേസിൻ ഇടണം നമുക്ക്. പിന്നെ നമ്മുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അമ്മ വന്നേ. ഇവിടെയൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് ഇടുന്നത്. ടൈല് വേണ്ട, വീട്ടില് ടൈലല്ലേ, എനിക്കെന്തോ അവിടെ ഒട്ടും ഇഷ്ടമല്ല ടൈലായിട്ട്. പിന്നെ തേക്കിന്റെ ഡോറ് മതി എന്നാ പറയുന്നത്. വീട്ടില് സാധാരണ സ്റ്റീൽ ഡോറായിട്ട് അതൊരു സുഖമല്ലേ. മൊത്തം തേക്ക്, ബാക്കിയൊക്കെ പ്ലാവ്. ഇത് കണ്ടില്ലേ മേലെ ചെയ്തിരിക്കുന്ന? അമ്മ കണ്ടോ? ഇതാ അമ്മ എന്നെ നോക്കണ്ട, മേലെ നോക്ക്. നല്ല രസമില്ലേ? മേലെ മൊത്തം ജിപ്സം വർക്കാണ്. ഇവിടെ അങ്ങോട്ട് ലൈറ്റൊക്കെ വന്ന് ഇങ്ങനെ തിളങ്ങും. നമ്മുടെ അത് പഴയ ഫാഷൻ വീടല്ലേ, അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇവിടെ അങ്ങോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. 2 ലക്ഷത്തിന്റെ വർക്ക് ഇനി ഇതിന്റെ അകത്ത് വരാനുണ്ട്. കട്ടിലും ഷെൽഫൊക്കെ ആയിട്ട്. ഇതുവരെ വീടില്ലാത്തതുകൊണ്ടേ ഒരു വീട് കെട്ടുമ്പോ നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് കെട്ടണം എന്ന് വിചാരിച്ചത്. ഇതൊക്കെ മരമാ. വീട്ടിലതൊക്കെ നമ്മൾ സിമെന്റിലല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ മരം. വാ വാ, ഇനിയും കൊറേ കാഴ്ചകളുണ്ട്. ഇനിയിപ്പോ മേലെ കയറാൻ അമ്മയ്ക്ക് കാല് വയ്യല്ലോ. വേണ്ട, നടക്ക്, ഞാൻ നോക്കട്ടെ. എന്തായാലും വന്നില്ലേ. അതുകൊണ്ട് അവിടെ പരാബോള് ഇട്ടിരിക്കുന്നത്. അതില് ഫുൾ ലൈറ്റാ. അമ്മ ഇതുവരെ കാണാത്ത ലൈറ്റുകളൊക്കെ ഞങ്ങൾ ഇവിടെ വെക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഷാൻഡലിയർ വരും. ഞാൻ പറഞ്ഞു 25,000 മതിയെന്ന്. അപ്പൊ ഏട്ടൻ പറയാം അത് പറ്റില്ല, നമുക്ക് 1 ലക്ഷത്തിന്റെ വേണമെന്നൊക്കെയാ പറയുന്നത്. അമ്മ വാ, ഞങ്ങൾക്കിപ്പോ ജോലിക്കാർക്കേ പൈസ കിട്ടും, നമുക്ക് ലോണൊക്കെ കിട്ടുന്നതുകൊണ്ട് അത്ര വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് ഉണ്ടാക്കും. അതൊക്കെ കയറണേ. എന്താ ഞാൻ കേറാത്തവളാണോ? നടക്കുന്നത്. ഇവിടെ ഒക്കെ ഇനി മാർബിളാ നമ്മൾ വിരിക്കാൻ പോകുന്നല്ലേ. പിന്നെ ഗ്രാനൈറ്റോ പുതിയ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഏട്ടൻ പറഞ്ഞ മരം മതിയെന്ന്. ഇവിടെ മുഴുവനും തേക്കിടാനാ പറയുന്നത്. സ്റ്റെപ്പില് വാ അമ്മ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഹോള്? ഇതാണ് വിശാലമായ ഹോള്. അന്നേ ഇത് വേറൊരു റൂമാ. അതിന്റെ ബാത്റൂം ഒക്കെ കാണാനുണ്ട്. അതിന് ഇതൊക്കെ ഉണ്ട്, ബാൽക്കണി ഒക്കെ ഉണ്ട്. അവിടുത്തെ പോലെ ഒന്നും അല്ല. വീട്ടിനകത്ത് തന്നെ ബാൽക്കണി. മേലെയും കൂടി നോക്കിക്കോ അമ്മ, ജിപ്സത്തിന്റെ വർക്ക് അവിടെ വരുന്നുണ്ട്. കണ്ടോ? ഇവിടെ മൊത്തം നമ്മള് ലൈറ്റ് കൊണ്ട് അങ്ങോട്ട് നിറയ്ക്കും. ഇത് വലിയ ബെഡ്റൂമാ. നമ്മുടെ വീട്ടിലെ പോലെ അല്ല, നമ്മുടെ ഇടുങ്ങിയതല്ല, അങ്ങനെ അല്ല. ഇത് വലുതാ. വന്നേ, ഇത് ബാൽക്കണി. ഇവിടെ ഞങ്ങൾ മൊത്തം ഗ്ലാസ് ഇടും. ഇവിടെ മൊറോക്കൻ ടൈല് ചെയ്യാന്നാണ് ഏട്ടൻ പറയുന്നത്. അവിടെ അതൊന്നും ഇല്ലാലോ. മുമ്പ് കെട്ടിയ വീടല്ലേ അച്ഛന്റെ സമയത്ത്.
അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റില്ല. ഇപ്പൊ എന്തൊക്കെ ഡിസൈനാണെന്ന് അറിയാം ഇറങ്ങുന്നത്, അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കും. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കര രസമാണ്, നല്ല അയൽക്കാർ. നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരല്ല, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. കണ്ടില്ലേ, നല്ല അയൽക്കാരാ. വാ അമ്മ, ഇവിടെ തന്നെ നിക്കണ്ട, ഇനിയുണ്ട്, ഒരുപാടുണ്ട് കാണാൻ. വന്നേ. അമ്മ നോക്കി നടക്കണേ, അവിടെയൊക്കെ ഗ്ലാസ് വരാനുള്ളത്, എന്നാലും ഒരു സേഫ്റ്റി ഒക്കെ ഉണ്ടോ. അമ്മ വന്നേ. മേലെ കണ്ടോ ജിപ്സം വർക്ക്, അതിന്റെ ഉള്ളിലൊക്കെ ലൈറ്റാ. വലിയ ബെഡ്റൂം ആണ്, നല്ല വിശാലമായ ബെഡ്റൂം. നമ്മള് വിൻഡോ ഒക്കെ ഇങ്ങനെ അങ്ങ് സെറ്റ് ആക്കി. കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഡബിൾ വിൻഡോ ആക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ വാഷ്റൂം നോക്ക് എത്ര വലുതാന്ന്, നല്ല വലിയ ബാത്റൂം. അങ്ങനെയൊക്കെയാണ് അമ്മ ഇവിടുത്തെ സെറ്റപ്പ്. നമുക്കൊരു കാര്യം ചെയ്താലോ, നീ വേറെ റൂം കൂടി കണ്ടാലോ. ഞങ്ങൾ മേലെ 3 ബെഡ്റൂം എടുത്തു. സൗകര്യം ഉണ്ടായിക്കോട്ടെ, എന്തിനാ വെറുതെ സൗകര്യം ഇല്ലാണ്ട് ഇങ്ങനെ അവിടുത്തെ പോലെ ഇങ്ങനെ കളിക്കുന്ന. അവിടെയും തൊടാൻ പറ്റില്ല, ഇവിടെയും തൊടാൻ പറ്റില്ല. ഇവിടെ ആർക്ക് വേണേലും വരാം, എവിടെ വേണമെങ്കിലും ഓടിച്ചാടി നടക്കാം. അമ്മ വാ, അമ്മ വാ. കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കാനൊക്കെ വരുമ്പോ അവർക്കും കൂടി വേണമല്ലോ സൗകര്യം, അപ്പൊ അതിനും കൂടി വേണ്ടി സെറ്റ് ചെയ്തതാ. ഇനി അമ്മ ഒന്ന് ഇങ്ങോട്ട് വാ, ശ്രദ്ധിക്കണേ ഇവിടെ ഒക്കെ. ഇത് ബാൽക്കണിയാ, വിശാലമായ ബാൽക്കണി കണ്ടില്ലേ. ഇവിടെ ഞങ്ങൾ കുറച്ച് വാർത്തിട്ടേ ബാക്കി മുഴുവൻ ഗ്ലാസ് ഇടാന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെ ആകാശം കാണാം രാത്രിയൊക്കെ വന്ന് നിൽക്കുമ്പോൾ. അതിനു വേണ്ടി ചെയ്ത അങ്ങോളം ഉണ്ട്. ഒന്നുകിൽ ഗ്ലാസ് ഇടുക, അല്ലെങ്കിൽ പിന്നെ റെയിലിംഗ് എന്തെങ്കിലും ചെയ്യും. അവയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടല്ല, ഇത് ശരിക്കും നിന്റെ തന്നെയാണോ? നീ ആരുടെയും വീട് എന്നെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാണിച്ചത്? പറ്റിക്കോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ? എന്റെ മോന്റെ അടുത്തേക്ക് ഞാൻ എനിക്ക് താക്കോല് കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതാണ്. എല്ലായിടത്തും എനിക്ക് ഇത്രയും പൈസ കൊടുത്ത് വീടൊക്കെ കെട്ടണ്ട. ഈ ചെറിയ ജോലി കിട്ടുമ്പോഴേക്കും അപ്പോഴേക്കും എല്ലാം ആയോ? അത് എന്നെ പറ്റിച്ച് എന്റെ മോൻ കാണാണ്ട് പൈസ എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം. അടിച്ചു മാറിയാൽ അമ്മേന്റെ മോൻ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. ഉള്ളത് മുഴുവൻ ഓരോരോ കാര്യങ്ങൾക്ക് വാങ്ങിയെടുത്തിട്ട് കടക്കാരനാക്കിയിട്ട് ഞാൻ എന്ത് വാങ്ങിയിട്ട് വീടുണ്ടാക്കാനാ? നല്ല ജോലി ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അമ്മേ. പിന്നെ മനസ്സിലൊരു വാശി, അതമ്മ ഇഷ്ടംപോലെ ഇട്ട് തരുന്നുണ്ടല്ലോ തീയൊക്കെ. അങ്ങനെ ഉണ്ടായതാ ഈ വീട്. അമ്മ വാ, വന്നേ. മഴ പെയ്യും മുമ്പേ എനിക്ക് അമ്മേനെ വീട്ടിലെത്തിക്കണം, എന്നിട്ട് എനിക്ക് തിരിച്ചൊന്ന് ഓഫീസിലേക്ക് ഒന്ന് പോകാനുണ്ട്. അമ്മ വാ, കടന്നു വീഴും തന്നെ. അതാ നമ്മുടെ ബിൽഡർ വന്നിട്ടുണ്ട്. അതെ, ഇത് അമ്മയാ. അമ്മേനെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. പിന്നെ നമ്മുടെ പണിയൊക്കെ വേഗം തീരുമല്ലോ അല്ലേ? ആ, അതൊക്കെ കറക്റ്റ് സമയത്ത് പണി തീർത്തു തരും, അതൊന്നും പേടിക്കണ്ട. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് എനിക്ക് ഓഫീസിൽ പോകാണ്ട്, പിന്നെ അമ്മേനെ കൊണ്ട് വിടണം. ഓക്കെ ശരി, എന്നാ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ ശരി എന്നാ. ഇപ്പോഴും ഉള്ളത് തന്നെയാണല്ലേ, കള്ളത്തരമല്ലേ. മാമേ കേറ് വാ. നീ വണ്ടി തിരിക്ക്, ഞാൻ ഇവിടെ നിക്കാം. അമ്മ ഞാൻ ഇറങ്ങാണേ. എന്തിന്? നല്ല കാര്യായി. ഞാനേ ഇതാ പൊറോട്ടയും ചിക്കൻ പൊരിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. മുളക് എടുത്ത് കഴിച്ചിട്ടങ്ങ് പോയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കുട്ടി അങ്ങ് ക്ഷീണിച്ചു പോയി. എന്നാ ഇതമ്മ എപ്പ വാങ്ങി വെച്ചതാ? ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. എന്നാ കഴിച്ചോ എന്റെ മോള്. ഇതാ ചിക്കൻ പൊരിച്ചുണ്ട്, വേണ്ടതെടുത്തോ. അമ്മ എനിക്കിതൊന്നും കഴിക്കാൻ സമയമില്ല. 3 മണിക്ക് അവിടെ എത്തണം. ഇന്നിപ്പോ ഞായറാഴ്ച ഇതിന്റെ ലീവാണെന്ന് വിചാരിച്ചിരുന്ന, നോക്കുമ്പോ വിളിച്ചിരിക്കും, ഒരു ഫയൽ വർക്ക് ഉണ്ട്. നന്നായി. എക്സ്ട്രാ വർക്കൊക്കെ ചെയ്ത് നല്ലോണം പൈസ ഉണ്ടാക്കിയപ്പോ നല്ലൊരു വീടാക്കിയില്ലേ. എന്റെ മോനെക്കാളും ബുദ്ധി എന്റെ മോൾക്കാ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നന്നായി നന്നായി. ഇപ്പൊ അമ്മയ്ക്ക് സുഖമായിട്ട് വന്ന് അവിടെ താമസിക്കാല. ആ മേലത്തെ റൂം മതി മോളെ അമ്മയ്ക്ക്. അതിന് അമ്മയ്ക്ക് അവിടെ റൂം ഇല്ലാലോ? റൂമില്ലേ? അവിടെ ഒരു റൂം അമ്മയ്ക്കില്ല. അത് ഞാൻ മേലെ ഓഫീസ് റൂം ആക്കാൻ വേണ്ടി വെച്ചിരുന്നത്. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു റൂം വാർഡ്രോബ്, ദിവസം ഓഫീസിൽ പോകുന്നല്ലേ, അപ്പൊ കുറെ ഡ്രസ്സൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടി ഒരു റൂം. പിന്നെ താഴത്തെ 2 റൂം, ഒന്നിൽ എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ താമസിക്കാൻ, പിന്നെ നിങ്ങളൊക്കെ ഇടയ്ക്ക് വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നിൽക്കാം. പിന്നെ ഞങ്ങൾക്ക് മാസ്റ്റർ ബെഡ്റൂം, എനിക്കും ഏട്ടനും. അമ്മ അക്ഷയന്റെ അടുത്ത് പോകുന്നേ, പിന്നെന്തിനാ ഇവിടെ ബാംഗ്ലൂരുമായിട്ട് അടിച്ചു പൊളിച്ച് താമസിക്കേ? അക്ഷയന്റെ അടുത്തൊന്നും ഞാൻ പോകുന്നില്ല. അവൻ പറഞ്ഞു അക്ഷയന്റെ അടുത്ത് പോകുകയാണ് ഈ വീട് അവന്റെ പേർക്ക് എഴുതി കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങള് വീടെടുത്ത സ്ഥിതിക്ക് ഞാനിവിടെ വന്ന് താമസിക്കാന്ന് എന്റെ മനസ്സ് പറയുന്നു. അമ്മ എഴുതി കൊടുക്കമ്മേ, എന്നിട്ട് അമ്മ അക്ഷയന്റെ ഒപ്പം പോയി നിക്ക്, ഭാഗം കൊടുക്കണ്ടേ? എനിക്ക് അവളിൽ നിന്ന് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്റെ മോൻ പ്രശ്നമല്ല, അവള് വല്ലാത്തൊരു പൊങ്ങച്ചക്കാരിയാ മോളെ, നിന്നെ പോലെയല്ല.
മര്യാദയ്ക്ക് മിണ്ടൂല്ല എടുക്കൂല. പിന്നെ ബാംഗ്ലൂർ പോയിട്ട് ഒറ്റപ്പെട്ട പോലെ ആരും നിൽക്കാനാ? എന്നോടാവില്ല. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് തന്നെ വരാം. ഇതുവരെ ഞാൻ പറഞ്ഞത് എല്ലാം പോട്ടെ മോളെ, ഒന്നും മനസ്സിൽ വെക്കണ്ട. മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാൻ. നിങ്ങളുടെ പഴയ റൂം തന്നെ ഉപയോഗിക്കാം, നമ്മുടെ അടുക്കളയെ ഉപയോഗിക്കാം, വർക്ക് ഏരിയ ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഞാനും മോളും സമത്തിന് സമം, അങ്ങനെ അമ്മ കണ്ടിട്ടുള്ളൂ. ഇനി ഏത് വീട്ടിലമ്മ ഞങ്ങൾ വന്ന് താമസിക്കുന്നത്? ഇത് ഭാഗം വെച്ച് പോകാൻ നിൽക്കുകയല്ലേ? അതല്ലേ മോളെ, എൻ്റെ ഒരു പൊട്ടത്തരത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോയതാ, വീട് വിറ്റ് എല്ലാവർക്കും ഭാഗം തരാന്നുള്ളത്. അത് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ ആദർശിന് അപ്പൊ തന്നെ വെക്കണം എന്നുള്ളത്. അക്ഷയ് പറയാ അങ്ങോട്ടും അമ്മ വരേ വേണ്ടെന്നുള്ളത്. എന്താ ചെയ്യാൻ ഞാന്? എന്റെ മോന് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞില്ലേ, ആ പെണ്ണുങ്ങൾ അത്ര രൂപവുമില്ല. പക്ഷെ എൻ്റെ ആകാശ് മോനാണ് ഏറ്റവും നല്ലത്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട ഏറ്റുകളിലൊക്കെ പഠിപ്പിച്ചത്, ഒന്നിനും ഒരു നന്ദിയില്ല. എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് നന്ദി ഉണ്ടായിരുന്നോ? അത് പിന്നെ എനിക്ക് പിന്നെ കുടുംബം നോക്കാനും പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതൊക്കെ അമ്മ മറന്നില്ലേ? ഇനി അമ്മ ഒരു കാര്യം ചെയ്യും, ആദർശിന്റെ ഒപ്പം പോയി നിൽക്കുക അക്ഷയ്ക്ക് വേണ്ടെങ്കിൽ. വേറെ എന്ത് ചെയ്യാനാ? ഞാൻ ആരുടെ ഒപ്പം പോകുന്നില്ല മോളെ, ഞാൻ നിങ്ങളുടെ ഒപ്പം വരാം. എനിക്ക് നിങ്ങളുടെ ഒപ്പം താമസിക്കാനാണ് എനിക്കിഷ്ടം. അത് ഞങ്ങൾ എടുക്കാൻ പോകുന്ന പുതിയ വീട് കണ്ടപ്പോഴല്ലേ അമ്മന്റെ മനസ്സിങ്ങനെ മാറിയത്. അതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ, അഹങ്കാരം പിടിച്ചങ്ങ് നടക്കല്ലേ. അതല്ലേ മോളെ, ഞാൻ നീ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. പിന്നെ അയാൾ അവിടെ നിൽക്കും, നിങ്ങളുടെ കോൺട്രാക്ടറാണ് ഇത്ര. അവരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി. നീ ജോലിക്ക് പോയിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മോനെ ഇത്രയും ശമ്പളവും ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വീടെടുക്കാൻ നമ്മ ഒരുപാട് അങ്ങ് ചിന്തിച്ചു പോയി. പോട്ടെ, നന്നായി, നല്ല കാര്യം ചെയ്ത് നല്ലൊരു വീടെടുത്തല്ലോ, അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അമ്മനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ആ വീട്ടിലുണ്ടാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മമാര് വേണ്ടത്തവർക്ക് അനുഗ്രഹം ഉണ്ടാവില്ല. എന്തൊരവസ്ഥയല്ലമ്മേ. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. എന്നോട് അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്, അടുക്കളയിൽ കയറരുതെന്ന് പറഞ്ഞ ആള് ഇപ്പൊ നിന്റെ വീട്ടിൽ ഞാൻ വന്ന് നിന്നോട്ടെ എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു. കർമ്മ തിരിച്ചടിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നീ ഇപ്പൊ ഇവിടെ അടുക്കളയിൽ എവിടെ വേണമെങ്കിൽ തുറക്കുക വലിക്കുക എന്ത് വേണിച്ചാലും ചെയ്തോ. ഇവിടെ എല്ലാം നീ തുറന്നിട്ട് എടുത്തിട്ടും പാത്രം വെച്ചൊക്കെ ശീലിക്ക്. അപ്പൊ നിന്റെ വീട്ടിൽ ഇപ്പൊ നിനക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ചെയ്യാലോ. അങ്ങനെയൊന്നും പറയല്ലേ. അമ്മമാര് എപ്പോഴും അമ്മമാര് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടാളും നല്ല സ്നേഹമുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഞാനിപ്പോ എന്തായാലും ഇറങ്ങട്ടെ, ഇത് നിന്നാലേ വൈകും. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ അമ്മ. അയ്യോ, എന്റെ മോള് കഴിക്കുന്നില്ല? കഴിക്കാൻ തോന്നുന്ന സമയം വൈകും, അതുകൊണ്ടാ. അത് സാരമില്ല, അമ്മ അത് മൂടി വെക്കാം. വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അമ്മ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി തരാം. ആകാശേട്ടൻ വരുമോ ഇപ്പൊ? വരുന്നുണ്ട്, എന്റെ മോൻ ഇപ്പൊ വരുന്നുണ്ടോ? ആ, നമ്മ ചായ ഉണ്ടാക്കി വെക്കാന്നാ. ശരി, എന്നാ എന്തെങ്കിലും വേണാവോ കഴിക്കാൻ? എന്റെ കുട്ടിനെ ഞാൻ വിളിച്ചു ചോദിക്കട്ടെ. എന്നാ ശരി മോളെ, നോക്കിയിട്ട് വണ്ടിയും കൊണ്ടാ പോകുന്നത്, സൂക്ഷിച്ചു പോയി വരണേ. ആ, പാവം എന്റെ കുട്ടി ഒന്നും കഴിക്കാണ്ട് പോയി. നല്ലൊരു മോളാണേ. പറയുന്ന പോലെയല്ല, പറഞ്ഞാലേ നല്ല സ്നേഹമാണ്. എനിക്കും അതിനെ ഒരുപാട് ഇഷ്ടമാണ്.